ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കൊക്കെ പനിയുണ്ട്? ആക്ച്വലി പനി ഇങ്ങനെ ഓടിക്കളിക്കുവാണ് എല്ലായിടത്തും. ഇന്നത്തെ എൻ്റെ മെയിൻ പണി ഒരു പനിക്കാരിനെയും കൊണ്ട് ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ആണ്. ഇവിടുത്തെ പ്രശ്നം പിന്നെ പനി മാത്രമല്ല, കൗണ്ട് കുറയുന്ന ഒരു ഇഷ്യൂ കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഒരു 1 hour ടൈം എടുക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് ഓർത്ത് ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടോ. ഇപ്പോൾ കർക്കിടക മാസമാണല്ലോ, ഈ സമയത്താണ് നാലമ്പല ദർശനം നടക്കുക. നാലമ്പല ദർശനത്തില് ഒരമ്പലം എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ, ഒരു 4 കിലോമീറ്റർ. അതിനുള്ളിലാണ് ഇതാ ഈ അമ്പലം ഉള്ളത്. അപ്പോൾ അവിടേക്കുള്ള തിരക്കാണ്, ഈ റോഡ് മുഴുവൻ ഭക്തജനങ്ങളുടെ സാഗരമായിരിക്കും. ആക്ച്വലി ഇപ്പോൾ തൊഴാനുള്ള സമയമായിട്ടില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് കുറച്ച് കുറവുള്ളത്. അല്ലെങ്കിൽ ഇവിടെ ആള് തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല കേട്ടോ, അതുപോലെ ആൾക്കാർ വരും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറിയില്ല കേട്ടോ. ലക്ഷ്മണൻ്റെ അമ്പലമാണ്, തിരുമൂഴിക്കുളം അമ്പലമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം 1 hour അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് ഹോസ്പിറ്റലിലെത്തി. ഈ ചെരുപ്പ് കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് സങ്കടമായിട്ടോ. ആർക്കോ ആക്സിഡൻ്റ് ആയിട്ട് അങ്ങനെ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. പിന്നെ ഹോസ്പിറ്റലിൽ ബോറടിച്ചിരിക്കേണ്ടി വന്നില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് കംപ്ലീറ്റ് ചാറ്റ് ചെയ്ത് അങ്ങനെ ആൾ അവൈലബിൾ ആയതുകൊണ്ട് കുറേ നേരം അങ്ങനെ പോയി. അത് കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നു, ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ നല്ല മഴ. അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. ആൾക്ക് കൗണ്ട് കുറയണ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു. നാരങ്ങയും കിവിയും പപ്പായയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലെത്തിട്ടോ. അമ്പലത്തിന്റെ അവിടെ നിന്ന് വാങ്ങിച്ചൊരു കത്രിക എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബാക്കിൽ ഇങ്ങനെ മാഗ്നറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാം. ഈ ഒരു കുഞ്ഞ് റാൻഡം വ്ളോഗിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ.